ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭ്രാന്തന്മാരായ ഭരണാധികാരികൾ ആരെന്ന് നോക്കിയാൽ ഏറ്റവും മുന്നിൽ വരുന്നവരാണ് പുടിൻ, കിം ജോങ് ഉൻ, ഡൊണാൾഡ് ട്രംപ് എന്നിവർ. ഇവരിൽ ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഡൊണാൾഡ് ട്രംപ് ഒരു ഭ്രാന്തനാണോ? അമേരിക്കയുടെ ആ പഴയ പ്രതാപം ഞാൻ വീണ്ടെടുത്തു തരാം എന്ന ട്രംപിന്റെ വാഗ്ദാനത്തിൽ അമേരിക്കൻ ജനത വിശ്വസിച്ചു പോയതുകൊണ്ടാവാം 2 തവണയും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായത്. ജനിതകപരമായ പ്രശ്നങ്ങളാൽ, തങ്ങളുടേതല്ലാത്ത തെറ്റിനാൽ ട്രാൻസ്ജെൻഡറായി ജനിക്കേണ്ടി വന്നവർക്കെതിരെ ഈ നാട്ടിൽ ആണും പെണ്ണും എന്നീ 2 ജെൻഡർ മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കെതിരായ നിയമ നടപടികൾ ഭരണത്തിൽ ഉൾപ്പെടുത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ വിലക്കിക്കൊണ്ട് അദ്ദേഹം പുറപ്പെടുവിച്ച ഉത്തരവാണ്. മുൻ ഭരണകൂടം നൽകിയ അവകാശങ്ങൾ റദ്ദാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ തീരുമാനമെടുത്തത്. ഇത് രാജ്യസ്നേഹികളായ ഒട്ടേറെ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ബാധിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇവർക്ക് തിരിച്ചടികൾ നേരിട്ടു. സ്കൂളുകളിൽ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ ലിംഗഭേദത്തിനനുസരിച്ചുള്ള ശുചിമുറികൾ ഉപയോഗിക്കാനുള്ള അനുവാദം അദ്ദേഹം എടുത്തുമാറ്റി. കൂടാതെ തൊഴിലിടങ്ങളിൽ ലിംഗഭേദത്തിന്റെ പേരിൽ വിവേചനം പാടില്ല എന്ന നിയമത്തിലും അദ്ദേഹം ഇളവുകൾ വരുത്തി. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭരണകൂടം സ്വീകരിച്ചത്.